ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് കരുതി നീ വിഷമിക്കണ്ടടാ. ലോക്കപ്പിലും ജയിലിലും കിടന്നിട്ടുള്ളവരാ ഇവിടെ മഹാന്മാരായിട്ടുള്ളത്. എന്താണാവോ? ഞാൻ ഇവനെ ജാമ്യത്തിൽ ഇറക്കാമെന്നതാ. ജാമ്യം അനുവദിക്കുന്ന അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് പോന്നോളൂ. ഇരിക്കൂ. ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. അയാളെ ഇറക്കിവിട്ടേക്ക്. എടോ ഭാസ്കരൻ നായരെ, കല്ലൂക്കാരൻ കുട്ടപ്പായി അനിയന്മാരെ ആദ്യമായി സ്റ്റേഷനിൽ കണ്ടപ്പോ തനിക്ക് അത്ഭുതമല്ലേ? സാരമില്ല, ഞങ്ങൾ ഇനി തുടർച്ചയായി ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് വാലാട്ടി പക്ഷിയെ പോലെ സ്വയം ഇരുന്ന് കുലുങ്ങുമ്പോ ഈ രാജ്യം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതണ്ട. ഈ തൊപ്പി തെറിക്കുമ്പോ ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന് കാലിച്ചാക്കിന്റെ വില പോലും ഉണ്ടാവില്ല. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ. കവല പ്രസംഗമൊക്കെ അങ്ങ് വെളിയിലും. ഓ വാടാ. ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നപ്പോ ഒന്ന് ചൊട്ടിയതുപോലെ വല്ല തട്ടോ മുട്ടോ കിട്ടിയോ? കല്ലൂക്കാരന്റെ രോമം കണ്ടാ പറയ്ക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? നമുക്ക് നാണിക്കടല്ലേ? അധികം വിളമ്പാതെ ഒന്ന് വണ്ടി എടുക്കടാ. കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂമല്ലേ അവിടെ. എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നതിൽ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാര് വന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ രേഖക്കൊച്ചു വിളിച്ചു പറയുക, കുട്ടപ്പായിയുടെ അനിയനാ ജെയിംസിനെ അടിച്ച് ഒതുക്കിയതെന്ന്. നമ്മുടെ അനിത മോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിങ്കോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്ന് മിണ്ടാതിരിടാ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ? നാട്ടുകാര് പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവെടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. എടാ വായടക്കാൻ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. വേറെ കൊച്ചിന്റെ കാറ്. ഇറങ്ങടി. ഇറങ്ങാൻ. കല്ലൂക്കാരൻ സ്റ്റാൻലിക്കെതിരെ പോലീസിൽ മൊഴിവെടുക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടല്ലേടി? നിന്നെ ഞാൻ പരസ്യമായി അവമാനിക്കാൻ പോവാ. നിനക്ക് ആരെങ്കിലും മൊഴിവെടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ. വേണ്ട, ഈശോയെ, കാഞ്ഞിരപ്പള്ളിക്കാരറിഞ്ഞാ എന്റെ ശരീരശാസ്ത്രം ഭൂമിശാസ്ത്രമാവും. നിന്നെ ഞാൻ വിടില്ല.
അവളെ സമാധാനിപ്പിക്കേണ്ട പകരം അമ്മച്ചിയും കൂടി ഇങ്ങനെ കരഞ്ഞാലോ? നിനക്കൊക്കെ അങ്ങനെ പറയാ. എന്റെ കുഞ്ഞിന്റെ മനസ്സറിയാൻ പെറ്റ തള്ളയായ എനിക്ക് മാത്രമേ കഴിയത്തുള്ളടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ കണക്ക് ഞാൻ ശരിക്കും തീർത്തിട്ടുമുണ്ട്. തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടാ. ഇല്ലെങ്കിൽ ആ കഴിവരുടെ കൈ ഞാൻ വെട്ടിയാനെ. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞു. 10-20 കൊല്ലത്തിന് മുമ്പ് കുട്ടപ്പായുടെ തല വെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. അന്ന് ഇവൾ തടസ്സം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കാൻ അവന്റെ അനിയന്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. അന്ന് എന്റെ പെങ്ങൾ സൂസന്ന, ഇന്നെന്റെ മോളും. ഒന്നും മറക്കാൻ കഴിയുന്നില്ലടാ. അപ്പച്ചൻ എന്നാ പറ്റി? ഞാൻ കൊടുത്ത പോരെങ്കിൽ കോച്ചിനോട് വന്നോട്ടെ. അവന്റെ നിയമം കൂടെ നോക്കാലോ. ശരിയാ, നിങ്ങൾ ആരും ഇനി പൊല്ലാപ്പിനൊന്നും പോകണ്ട. അവനൂടെ വന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാനൊന്നുമില്ലടി. കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ തന്നെ കല്ലുക്കാരന്മാരുടെ അന്തകൻ. എടാ, നീ രേഖയെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്ക്. തൽക്കാലം എല്ലാം തണക്കട്ടെ. നീ എന്തിനാ ഇഷ്ടത്തിൽ പോടിപ്പോന്നേ? ആ മുസ്തഫ എന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ വിവരം പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടന്റെ തല എറിയാൻ മേലായിരുന്നോ സണ്ണിച്ചായ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാ. ഓ, അവനും വന്നല്ലോ. ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്നും നിൽക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ? അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ജെയിംസ് എന്തിനാ അന്നങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയേ? കാഞ്ഞിരപ്പള്ളിക്കാരോടുള്ള ശത്രു കൊണ്ട് മാത്രം സ്റ്റാൻലി ഒപ്പിച്ച പണിയാ ചോരകൾ ഇത്ര ഉണ്ടാക്കിയത്. എത്ര പിള്ളേർ ആശുപത്രിയിലായെന്നറിയോ? ആ, എന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞേ? മിക്കവാറും നാളെ കഴിഞ്ഞത്തേക്ക് പോവാം. ഇത്രയും ദിവസം ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ചു സമയം ഇരിക്കാലോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോവാറേ ഇല്ല. അത്രയ്ക്ക് വെറുപ്പുമുട്ടില്ല എനിക്കവിടെ. സാറ്റർഡേയും സൺഡേയും ഏതായാലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോവും. എന്താടാ ഇത്? അച്ഛാ, ഇത് കല്ലുകാരൻ കുട്ടപ്പായുടെ മോളാ അനിത, എന്റെ ക്ലാസ്മേറ്റാ. അത് മനസ്സിലായി. ഇവക്ക് ഇവിടെ എന്നാ കാര്യം? അത് ശരി. അപ്പൊ ഞാൻ കരുതിയത് തന്നെ. സഹതാപതരംഗം. ചിറ്റപ്പനടിച്ച് കൈയും കാലും ഒടിച്ച സഹപാഠിയോട് സഹതാപം തോന്നുക, എന്നിട്ടത് പ്രേമമായിട്ട് വളരുക. എടി കൊച്ചേ, നീ ഇതെന്നാ ഉദ്ദേശിച്ചോണ്ടാ? കാഞ്ഞിരപ്പള്ളിക്കാരുടെ കണക്കപ്പിള്ളയുടെ മകനാ ഇവനെന്നങ്ങനെ അവരറിഞ്ഞാല് ഞങ്ങളോടുള്ള വാശി മുഴുവൻ ഇവന്റെ മുഖത്ത് തീർക്കും. അതിനിടവരുത്തായിരുന്ന രണ്ടു കൂട്ടർക്കും കൊള്ളാം. അത് ഞാൻ പോ. ഇനി അധികം നിക്കണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അടുത്ത പൊല്ലാപ്പിന് അത് മതി. ചെല്ല്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും ദിവസവും പള്ളി പോക്ക് മുടക്കില്ലല്ലേ ദീനാമച്ചി? ഞങ്ങൾക്ക് പള്ളിയും കർത്താവും അല്ലാതെ പിന്നെ എന്നാ ഒരു ആശ്രയം? ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിനെ മണവാട്ടിയാക്കാമെന്നങ്ങൾ നേർന്നാലേ എവിടെയോ ഇവിടെ കെട്ടായിരിക്കുന്ന ചെറുക്കൻ പിന്നെ എന്നാ ചെയ്യും? തൽക്കാലം ഞാൻ ഒരു കർത്താവിന്റെയും ഭർത്താവിന്റെയും മണവാട്ടിയാകാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ഇന്നലെ എന്താ സണ്ണിച്ച താഴത്തെ അങ്ങാടി വെച്ച് എന്തോ തല്ലോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. ഒരു പുതിയ കണക്ക്. കല്ലൂക്കാരന്മാരൊരു പട്ടിക്ക് പേയിളകി. ഞാനൊരു പല്ലങ്ങ് പറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലേലും അയാൾ ഒരു മഹാവൃത്തികെട്ടവനാ. സണ്ണിച്ചായി നന്നായിട്ട് കൊടുത്തെന്ന് കേട്ടല്ലോ. ജീപ്പിക്കർ, ഞാൻ തോട്ടത്തിലേക്കാ. വീട്ടിലിറക്കാം. കേറ്. ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇച്ചായൻ 2 ദിവസം ഒന്ന് മാറി നിന്നപ്പോ എന്തൊക്കെ പുകല. നീ അത് വിട്. എന്തിനാടി? തടിമാടന്മാര് 4 എണ്ണമല്ലേ നിനക്ക് ആംഗ്ലമാരായിട്ട്? നീ തരോട്ടിരിക്കെ. ഇനി ആ ഇൻസിഡന്റിന്റെ പേരില് നിന്നെ ആരെങ്കിലും കമന്റ് അടിച്ചാ നീ ഇച്ചായനോട് പറഞ്ഞാൽ മതി. ഇച്ചായൻ റെഡി അറിയാലോ അല്ലേ? നീ ശനിയാഴ്ച വീട്ടിലേക്ക് വാ, നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം. പോട്ടെന്നാ. ഇച്ചായ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? അപ്പൊ ഇച്ചായൻ അത് മറന്നുല്ലേ? അതെ, ഉള്ള സ്വീറ്റ്സ് ഒക്കെ വാരി വലിച്ചു കഴിച്ച് തടി കൂട്ടിയാലേ കെട്ടാൻ വരുന്ന ചെക്കന് ഒരു ഗുണ്ടുമണിയെ വേണ്ടെന്ന് പറയും കേട്ടോ. പോട്ടെ ചായ.